ഹലോ, വെൽക്കം അഗെയിൻ. നമ്മൾ വീണ്ടും ഒരു ഫിനാൻഷ്യൽ അനാലിസിസ് ആയിട്ടാണ് വന്നത്. ഇപ്പൊ ഈ പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഗോൾഡ് പ്രൈസസ് ആണ്. ഗോൾഡ് പ്രൈസസ് ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടാണ് ഒരു 2 വീക്സിനുള്ളിൽ സംഭവിക്കുന്നത്. അപ്പൊ ഗോൾഡ് പ്രൈസിൽ നമ്മൾ ഇങ്ങനെ ഒരു ഫ്ലക്ച്വേഷൻ ടൈമിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കോ, അല്ലെങ്കിൽ ഗോൾഡ് പ്രൈസ് മേളിലേക്ക് പോവോ താഴേക്ക് പോവോ, ഈ ഒരു കൊറോണ ടൈമിൽ ഒരു സേഫ് ഇൻവെസ്റ്റ്മെന്റ് ആണോ ഗോൾഡ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഷമീമിനോട് തന്നെ ചോദിക്കാം, ഗോൾഡ് പ്രൈസ് ഇങ്ങനെ വേരി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ കയറുകയും ഇറങ്ങുന്ന സമയത്ത് ഗോൾഡ് ഒരു സേഫ് ഇൻവെസ്റ്റ്മെന്റ് ആണോ? ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഗോൾഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സേഫ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് എല്ലാവരും കാണാറുള്ള ഒരു ടൂളാണ് ശരിക്കും ഗോൾഡ്. പക്ഷേ പലപ്പോഴും കഴിഞ്ഞ 2-3 ആഴ്ച അല്ലെ 2-3 മാസം നോക്കുവാണെങ്കിൽ ഗോൾഡ് അത്ര നല്ലൊരു സേഫ് ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഗോൾഡ് താഴെ വരുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ആളുകളെല്ലാം ഇപ്പോ ഇനി ഒരു ഗോൾഡിൽ ഒരു ക്രാഷ് ഉണ്ടാവുമോ എന്നുള്ളൊരു ഭയം ആളുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നമുക്ക് തോന്നുന്നത്, അതായത് എനിക്ക് തോന്നുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോൾഡ് അതിന്റെ അടുത്ത ബുൾറണ്ണിന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന ഒരു ഇന്റർപ്രിട്ടേഷൻ ആണ് എനിക്ക് ഗോൾഡിന്റെ അനാലിസിസ് നിന്നും മനസ്സിലാവുന്നത്. അത് ഓൾറെഡി സ്റ്റാർട്ടായി കഴിഞ്ഞു. പക്ഷെ യു ആർ നോട്ട് ലേറ്റ്. ഇറ്റ് ഈസ് നോട്ട് ലേറ്റ്. ഇനിഷ്യൽ ലെഗിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്നും നമുക്ക് ഗോൾഡ് വാങ്ങുവാണെങ്കിൽ വളരെ പ്രയോജനപ്രദമാകുന്ന ഒരു സ്ഥലമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇഫ് യു ആർ ബൈയിങ് ഫ്രം ഹിയർ ഓർ എ പീരിയഡ് ഓഫ് 3 months, നിങ്ങൾക്ക് നല്ല ഒരു റിട്ടേൺസ് ഗോൾഡിൽ ഉണ്ടാക്കാൻ പറ്റും. അതായത് നല്ല റിട്ടേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20-30% റിട്ടേൺസ് അറ്റ്ലീസ്റ്റ്. അതായത് നിങ്ങൾ 100 രൂപ ഗോൾഡിൽ ഇടുകയാണെങ്കിൽ അടുത്ത 3 months ഒരു 30% ഇൻക്രീസ്, അത് 130 rupees ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അത് എന്താണ്, എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് പറഞ്ഞു. ഇല്ല, അപ്പൊ ഒരു ബുൾ റൺ ഓൾറെഡി സ്റ്റാർട്ട് ആയി എന്നാണ് പറയുന്നത് അല്ലേ? യെസ്. ഞാൻ അതിനായിട്ട് നമ്മുടെ ചാർട്ട് തന്നെ ഞാൻ എന്തായാലും സ്ലൈഡിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം നമ്മൾ ടൈം ഒത്തിരി ഡിലേ ആവാതിരിക്കാൻ വേണ്ടി. നമ്മൾ ഈ ചാർട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ശരിക്കും ഈ ഇത് ഡെയിലി ചാർട്ടാണ്. ഇവിടെ എത്തിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ലെവലിൽ നിന്നും മുകളിലേക്ക് കയറാൻ ഒത്തിരി സാധ്യതയുണ്ട് എന്ന് ഞാനും ആഷിഖും അന്ന് ഡിസ്കസ് ചെയ്തതാണ്. ലക്കിലി ആ ഒരു പോയിന്റ് വെച്ച് തന്നെ ശരിക്കും ഗോൾഡ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഈ സപ്പോർട്ട് കണ്ടിന്യൂ ആവും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഇനി ഇപ്പോ ഗോൾഡിന്റെ സ്ട്രക്ചർ നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഗോൾഡിന്റെ സ്ട്രക്ചർ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഗോൾഡിന്റെ സ്ട്രക്ചർ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ, വെദർ ഗോൾഡ് സ്റ്റാർട്ടഡ് ദ ബുൾ റൺ എന്നുള്ള ആസ്പെക്ട് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് അനലൈസ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അതായത് ആഷിഖിന് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ചാർട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഈ ചാർട്ടിൽ ഗോൾഡ് ഇപ്പോ നിൽക്കുന്ന ഈ ഒരു ട്രെൻഡ് ലൈൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രെൻഡ് ലൈൻ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ ഞാനൊരു ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന ഒരു പാറ്റേൺ ആയിട്ടാണ് കണക്കാക്കുന്നത്. പാറ്റേൺ മുഴുവനായിട്ടില്ല. ഞാൻ പറയാറുണ്ട്, എപ്പോഴും ഞാൻ ആഷിഖിനോട് പറയാറുള്ള ഒരു കാര്യമാണ്, ആഷിഖ് എപ്പോഴും നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ആസ് ആൻ അനലിസ്റ്റ് യു ഷുഡ് ബി ഓൾവേസ് സീയിങ് ദ റൈറ്റ് സൈഡ് ഓഫ് ദ ചാർട്ട്. അതായത് ഇവിടെ ബ്ലാങ്ക് ആയിട്ട് ഇപ്പോ നമുക്കറിയില്ല അടുത്ത ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും വരിക. ഈ അടുത്ത ദിവസങ്ങളിൽ എങ്ങനെയാ വരിക എന്നുള്ളത് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ചാർട്ട് അനലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ അനലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ബിഹേവിയറൽ ഫിനാൻഷ്യൽ അനലിസ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഴിവെന്ന് പറയുന്നത്. സോ യു ഹാവ് ടു അനലൈസ്, യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ നെക്സ്റ്റ്. അപ്പോൾ എനിക്ക് എന്താ തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ, ദർ വാസ് സം സോർട്ട് ഓഫ് എ കറക്ഷൻ ഹിയർ. ഇവിടെ 1, 2, 3 എന്ന് പറഞ്ഞ് താഴോട്ട് വന്നു. അതിനുശേഷം ഇറ്റ് ഈസ് ട്രൈങ് ടു ഗോ അപ്പ്. പക്ഷെ ഇവിടെയാണെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവുന്നുണ്ട്. ആ റെസിസ്റ്റൻസിന് ഞാൻ ഒരു ട്രെൻഡ് ലൈൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്തു. ആ റെസിസ്റ്റൻസ് പറയുന്നത് 2 ലൈൻ കൊണ്ട് ഞാനാണെങ്കിൽ ഈ ഒരു പോയിന്റോടെ കണക്ട് ചെയ്ത് ഞാൻ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടാക്കും. ഇനി എന്റെ ഒരു പോയിന്റിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഷുഡ് ബി കമ്മിങ് ലൈക്ക് 2-3 days it can be consolidating over there here, and after this trend line is broken successfully, ഈ ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ, അതായത് ഇങ്ങനെ ഒരു കൺസോൾട്ടേഷന് ശേഷം ഈ ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്യും. ഈ ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുമ്പോൾ ഇസ് ദ ബെസ്റ്റ് പോയിന്റ് ടു ബൈ ദ സ്റ്റോക്ക്, ബൈ ദിസ്. അപ്പോ ഇവിടെ അതിന് സാധ്യത കൂടുതൽ അങ്ങനെ തന്നെയാണ്. സോ ഒരു ആസ് എ കോഷ്യസ് ട്രേഡർ വാട്ട് യു ഹാവ് ടു ഡു, യു ആർ എ കോഷ്യസ് പേഴ്സൺ, യു വാണ്ട് മാർക്കറ്റ് ടു കൺഫേം യുവർ സ്റ്റഡീസ്. സോ മാർക്കറ്റ് സ്റ്റഡീസിനെ കൺഫേം ചെയ്യാൻ വേണ്ടി എന്റെ കയ്യിലുള്ള ബെസ്റ്റ് ടൂൾ എന്ന് പറയുന്നത് ഇപ്പൊ ഇതാണ്. You have to wait for this trend line to be broken in the next days. ഈ ട്രെൻഡ് ലൈൻ എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യുന്നത്? ട്രെൻഡ് ലൈനിന് മുകളിൽ ക്ലോസിംഗ് ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ ആ ട്രെൻഡ് ലൈനിന് മുകളിൽ ക്ലോസിംഗ് ഉണ്ടാകുമ്പോൾ യു ക്യാൻ ഗോ ഫോർ എ ബൈ.
So I feel like gold should be in a bull run in the coming days. ഇതിന്റെ ബൈ ടാർഗറ്റ് ബൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് നിൽക്കുന്നത് ഏകദേശം 1800 ആ ഒരു ലെവലിലൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോ ബൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഐ ഫീൽ ലൈക്ക് ഇറ്റ് ക്യാൻ ഗോ ടു ഈസിലി ഇറ്റ് ക്യാൻ ഗോ ടു 2100 2200. അപ്പോ 2200 പോകുന്നതെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഗോൾഡ് എപ്പോഴും ഡോളർ ടേംസിലാണ് പറയുന്നത്. അപ്പൊ 2200 പോകുന്നു എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇറ്റ് ഈസ് ഗോയിങ് അപ്പ് ബൈ more than around $400. Around $400 means it is going up by around more than 20-25%. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആക്ച്വലി 20-25% ആരും മിസ്സാക്കരുത്. ഇറ്റ് വിൽ ബി എ ക്വിക്ക് മൂവ്, ഇറ്റ് വിൽ ബി ആൻ ഈസി ട്രേഡ്. ഐ ഫീൽ ലൈക്ക് ദ കൺസോളിഡേഷൻ ഓർ കറക്ഷൻ പാർട്ട് ഈസ് ഓൾമോസ്റ്റ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇവിടെ വെച്ച് നമ്മൾ എല്ലാവരും ബൈ ചെയ്യണമെന്നുള്ള ഒരു പോയിന്റ് ആണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിനെ അതായത് ഇത് ആക്ച്വലി ഗോൾഡിൽ ഒരു ബുൾ റൺ ഉണ്ട് എന്നുള്ളത് ശരിക്കും ടെക്നിക്കലി മാത്രമല്ല, നമുക്കത് ഫണ്ടമെന്റലിയും കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് എന്റെ ഗോൾഡ് ബുൾ റണ്ണിന്റെ ആ ഒരു ആസ്പെക്ട് എന്തുകൊണ്ടൊക്കെ ആവാം ഗോൾഡിന് അടുത്തൊരു ബുൾ റൺ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുന്നത്, എന്തൊക്കെ കാരണമാകാന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഓക്കെ, ഒരു ഡൗട്ട്, അതായത് ഇപ്പൊ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞ പോയിന്റ് എത്രയാണ്? 1800. So trend line breaking point is almost actually, you see if it is breaking near 1880 you can assume that trend line has been broken, and if it is closing above 1880 you can go for a buy without any doubts. Okay, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി 1880 വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് we can start purchasing. Exactly. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അനാലിസിസ് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, നമ്മുടെ അനാലിസിസ് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ the analysis says that we have to be bullish in gold, but it should be confirmed by, that is our thought or that is our belief about market, and our belief must be confirmed by the market. അപ്പോൾ ആ കൺഫർമേഷൻ ആണ് ഞാൻ ആ ട്രെൻഡ് ലൈൻ എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് ഞാൻ പറയുന്നത്. അപ്പം ബ്ലൈൻഡ്ലി ബൈ ചെയ്യുന്നതിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നത്, വി ആർ ബൈയിങ് ബേസ്ഡ് ഓൺ certain facts and that fact has to be actually confirmed by the market. ആ ട്രെൻഡ് ലൈനിന് മുകളിൽ ക്ലോസ് ആവുകയാണെങ്കിൽ ആക്ച്വലി മാർക്കറ്റ് ഈസ് കൺഫേമിംഗ് ദ ഐഡിയ ദാറ്റ് ആക്ച്വലി ഇറ്റ് ഈസ് മേക്കിംഗ് സം സോർട്ട് ഓഫ് എ ബുള്ളിഷ് പാറ്റേൺ ഓൾസോ. സോ അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇത് ബൈ ചെയ്യാൻ പോകാം. പിന്നെ ആഷിഖ്, ഇത് ടെക്നിക്കൽ അനാലിസിസ് അറിയുന്നവർക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഇറ്റ് ഈസ് മേക്കിംഗ് എ ഹെഡ് ആൻഡ് ഷോൾഡർ സ്ട്രക്ചർ. ഞാൻ ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് എന്ന് പറയാറുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഷോൾഡർ ആണ്, ഇതൊരു ലെഫ്റ്റ് ഷോൾഡർ എന്ന് പറയും. ഇവിടെ ഉള്ളത് ഇതൊരു ഷോൾഡർ ആണ്, ഇത് ലെഫ്റ്റ് ഷോൾഡർ. ആഫ്റ്റർ ദാറ്റ് ദിസ് ഇസ് എ ഹെഡ്. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഈസ് മേക്കിംഗ് എ റൈറ്റ് ഷോൾഡർ. സോ റൈറ്റ് ഷോൾഡർ എന്ന് പറയുമ്പോൾ എങ്ങനെയാ ഉണ്ടാക്കേണ്ടതെന്ന് പറയുമ്പോൾ ഒന്ന് താഴോട്ട് വന്നിട്ട് മുകളിലോട്ട് പോകുമ്പോഴാണ് ഷോൾഡർ എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെയുള്ള സ്ട്രക്ചറിനെയാണ് താഴോട്ട് വരിക, മുകളിലോട്ട് പോകുക, അതിനെയാണ് ഷോൾഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ സ്ട്രക്ചർ വരുമ്പോൾ ആ ഹെഡ് ആൻഡ് ഷോൾഡർ സ്ട്രക്ചറിന്റെ റെസിസ്റ്റൻസ് ഏരിയയാണ് ഈ ഒരു ലൈൻ കൊണ്ട് നമ്മൾ കണക്കാക്കുന്നത്. ആ ലൈൻ ബ്രേക്ക് ചെയ്യുന്നതോടുകൂടി ഇറ്റ് വിൽ ബി ലൈക്ക് going up like anything. So after making such kind of a head and shoulder structure, you can go for a buy in gold. അതാണ് നമ്മുടെ അനാലിസിസ്. ഇത് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ഉണ്ടാക്കിയതിന് ശേഷം കയറണമോ എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അപ്പോഴേക്കും നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഒത്തിരി നഷ്ടമായേക്കാം. സോ ദ ബെസ്റ്റ് തിങ് ഈസ് ഇൻസ്റ്റെഡ് ഓഫ് വെയിറ്റിംഗ് ഫോർ ഓൾ ദ വേ ലൈക്ക് completing the structure and all, you can wait for actually this particular line to be broken. ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്യുന്നവരെ നമ്മൾ ആ ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ you can go. Start. Okay. Yeah. Okay. Perfect. സോ ഇതാണ് ഹെഡ് ആൻഡ് ഷോൾഡർ സ്ട്രക്ചർ. അപ്പൊ ആ ഹെഡ് ആൻഡ് ഷോൾഡർ സ്ട്രക്ചർ കൊണ്ട് മാത്രമല്ല ഞാൻ ഗോൾഡ് ബുള്ളിഷ് ആണെന്ന് പറയാൻ കാരണം, ഹെഡ് ആൻഡ് ഷോൾഡർ സ്ട്രക്ചർ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഈ ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ സ്ട്രക്ചർ ഇത് കുറെ ഫാക്ടേഴ്സ് ലൈനപ്പ് ആകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് മാർക്കറ്റിൽ ഉണ്ടായി വരുന്ന ഒരു ഭയങ്കര ബുള്ളിഷ് പാറ്റേൺ ആണ് ഈ ഹെഡ് ആൻഡ് ഷോൾഡർ, ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ. കുറെ ഫാക്ടേഴ്സ് ലൈനപ്പ് ആവുന്നുണ്ടാവുക അതിന് മുമ്പ്. അപ്പൊ ആ ഫാക്ടേഴ്സിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഞാൻ ഗോൾഡ് ബുള്ളിഷ് ആണെന്ന് വിചാരിക്കാൻ കാരണം. ഒന്നാമതായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഓൾ ഓവർ ദ വേൾഡ് ആക്ച്വലി ഇക്വിറ്റീസ് ലുക്ക് ടയേർഡ്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വിറ്റീസ് ഒരു വലിയ ബുൾ റണ്ണിലായിരുന്നു 2020 മാർച്ചല്ല ഓൾമോസ്റ്റ് ലൈക്ക് ജൂൺ മുതൽ ആ ഒരു സെൽ ഓഫിന് ശേഷം കോവിഡ് സെൽ ഓഫ് ഏകദേശം 3 മാസം കൊണ്ട് തീർന്നായിരുന്നു. അതിനുശേഷം മാർക്കറ്റ്സ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് മുകളിലോട്ട് കയറി തുടങ്ങി. അത് ഇന്ത്യൻ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ ഏകദേശം 7,500 മുതൽ മുകളിലോട്ട് കയറി തുടങ്ങിയിട്ട് ഇപ്പോൾ 13,500 വരെ എത്തി. അതായത് 6,000 പോയിന്റ്സ് ഓൾമോസ്റ്റ് ഡബിൾ ആയി എന്ന് നമുക്ക് പറയാം.
അപ്പോ അതിന് അത്രമാത്രം ഫണ്ട് അവിടേക്ക് പിന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അതൊരു വലിയ ബുൾ റൺ ആയിരുന്നു. ആ ബുൾ റൺ അതിന്റെ ഏകദേശം ഫൈനൽ ലെഗ്സിൽ എത്തി എന്നുള്ള ഒരു ക്ലിയർ സയൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ആക്ച്വലി യുനോ ഇക്വിറ്റീസ് ലുക്ക് വെരി ടയർഡ് ആൻഡ് പീപ്പിൾ വാണ്ട് ടു ഗെറ്റ് ഔട്ട് ഓഫ് ഇക്വിറ്റി. അവർക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു സമയമാണ്. അപ്പൊ അവരെന്ത് ചെയ്യും? അവരാണെങ്കിൽ ഇക്വിറ്റീസ് ആണെങ്കിൽ സെല് ചെയ്തിട്ട് അവർ ആ ഇക്വിറ്റീസ് ഔട്ട് ആവും. ഔട്ട് ആവുമ്പോൾ അവരുടെ കയ്യിൽ ക്യാഷ് ആയിട്ട് വരുന്നത്. നോബഡി ലൈക്സ് യുനോ ദിസ് ക്യാഷ്. ആർക്കും ക്യാഷ്, അവർക്ക് അവരുടെ കയ്യിൽ ഹാർഡ് കോർ ക്യാഷ് ഇരിക്കുന്ന ആർക്കും ഇഷ്ടമല്ല. സോ ദേ വാണ്ട് ടു ഇൻവെസ്റ്റ് ഇറ്റ് സംവെയർ. വേർ ടു ഇൻവെസ്റ്റ്? സോ ദ നെക്സ്റ്റ് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓൾട്ടർനേറ്റീവ് ഈസ് ഓഫ് കോഴ്സ് ഗോൾഡ്. അതുകൊണ്ടാണ് ഈ ഗോൾഡും ഇക്വിറ്റീസും തമ്മിൽ ഒരു നെഗറ്റീവ് കോറിലേഷൻ ഉണ്ട് എന്ന് പറയുന്നത്. വെൻ അതർ തിങ്സ് റിമെയിൻ സെയിം, ഗോൾഡ് താഴോട്ട് പോകുമ്പോൾ ഇക്വിറ്റീസ് മുകളിലോട്ട് പോവുകയും ഇക്വിറ്റീസ് താഴോട്ട് പോകുമ്പോൾ ഗോൾഡ് മുകളിലോട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ശരിക്കും ഇക്വിറ്റീസിൽ നിന്ന് അവർ എക്സിറ്റ് ആയിട്ട് അവർ ഗോൾഡിലേക്ക് അവരുടെ ഇൻവെസ്റ്റ്മെന്റ്സ് മാറ്റുകയാണ് ചെയ്യുന്നത്. സോ സെയിം തിങ് ക്യാൻ ഹാപ്പൻ ഓവർ ഹിയർ ഓൾസോ. സോ അപ്പോ ഇവര് ഇക്വിറ്റീസിനകത്ത് നിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ആ പൈസ അവർ വെറുതെ വെക്കില്ല, അവർ കൊണ്ട് അത് ഗോൾഡിൽ ഇടും. സോ ദാറ്റ് നെക്സ്റ്റ് 3 months യു ക്യാൻ സീ equities may be like doing not so great, not so good, but actually gold must be doing good. ഒരു കോഷൻ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇക്വിറ്റീസ് ഇനി അടുത്ത ഒരു ലെഗ് കൂടെ മുകളിലോട്ട് പോകുമെന്നാണ് എന്റെ പ്രതീക്ഷ. there will be a correction in equities now. ആ കറക്ഷന് ശേഷം ഒരു ലെഗ് കൂടെ മുകളിലോട്ട് പോകണം. അതിനുശേഷമാണ് ഒരു മാസീവ് കറക്ഷൻ ഇക്വിറ്റീസിൽ ഉണ്ടാവുന്നത്. പക്ഷെ ഇൻ ഷോർട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, എന്റെ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, by March we should see massive correction in equities. കറക്ഷൻ ആണ്, ഒരു വലിയ ഒരു ഇടിവെന്നല്ല ഞാൻ പറയുന്നത്, ഒരു കറക്ഷൻ ആണ്. അതായത് 7,500 നിന്ന് ഏകദേശം 13,500 വരെ പോയല്ലോ. ആ ഹോൾ മൂവ്മെന്റിനെ ഒരു കറക്റ്റ് ചെയ്യാനായിട്ട് ഒരു ഡൗൺവേർഡ് മൂവ്മെന്റ് എക്സാക്ട്ലി 10,800 10,500 ലെവൽ. അതാണ് ഞാൻ നോക്കുന്ന ഒരു ഇന്ത്യൻ ഇക്വിറ്റീസിൽ ഞാൻ നോക്കുന്നത്. ഇപ്പോ ഇക്വിറ്റീസ് ടയർഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. നമ്മളിവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇത് S&P 500 ആണ്, US സ്റ്റോക്ക് മാർക്കറ്റ് ആണ്. ഞാൻ ഓൾ ഓവർ ദ വേൾഡ് മാർക്കറ്റ്സ് നമ്മളെല്ലാം ട്രാക്ക് ചെയ്യാറുണ്ട്. ആഷിക്ക് അറിയാം, കാരണം നമ്മുടെ ഇക്വിറ്റി ഡിവിഷൻ അതെല്ലാം ട്രാക്ക് ചെയ്യാറുണ്ട്, ആഷിക്കും ട്രാക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ പ്രീവിയസ് ഹൈസ് എല്ലാം കൂടെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു ലൈൻ വരച്ചുകൊണ്ടിരിക്കട്ടെ. സി ആക്ച്വലി 2019 നിയർ 2019 2018-19 they were having a high here. ഇവിടെ 2020 ഇവിടെ ഒരു ഹൈ ഉണ്ടായിരുന്നു. ഇപ്പോ 2020 എൻഡില് they are making a high over here. ഈ ഹൈസിനെ എല്ലാം കൂടെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ ഹൈ എക്സാക്ട്ലി ഇപ്പൊ വന്ന് നിൽക്കുന്നത് ഇവിടെയാണ്. ഓക്കെ, 2020. അപ്പൊ അവിടെ ഒരു പറഞ്ഞു exactly. So there is a very high probability for S&P 500 or Nasdaq or Dow Jones Industrial Average going for a correction from here. കാരണം ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യാനായിട്ട് ഇതുവരെയായിട്ടും S&P 500നോ അല്ലെങ്കിൽ ഡോ ജോൺസ് ഇൻഡസ്ട്രിയൽ ആവറേജിനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. സോ US മാർക്കറ്റ്, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇക്വിറ്റീസ് അറൗണ്ട് ദ വേൾഡ് ലുക്ക് ടയേർഡ് എന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഐ ആം ഫീലിംഗ് നെഗറ്റീവ് അബൌട്ട് ഇന്ത്യൻ മാർക്കറ്റ്സ് ഓൾസോ. ബിക്കോസ് ആക്ച്വലി നമ്മൾ ഭയങ്കര നെഗറ്റീവ്, ഒരു സിനിക്കായിട്ട് ചിന്തിക്കുമല്ലോ. ആക്ച്വലി ദ ഫാക്ട്സ് ഷോ ദാറ്റ് വേ. നമ്മൾ വിചാരിക്കുമ്പോൾ ഈ ഒരു സമയത്താണ് മേടിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫൈനൽ ലെഗിൽ പോയി ട്രാപ്പ് ആവാൻ പാടില്ല. ഈ ഒരു സമയത്ത് മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിൽക്കാൻ ഭയങ്കര പാടായിരിക്കും. സോ എൻട്രി ഈസ് ഓൾവേസ് വെരി ഇമ്പോർട്ടന്റ്. ഈ ഒരു സമയത്തായിരിക്കും സ്മാർട്ട് മണി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതായത് ശരിക്കും ഇന്റലിജന്റ് ആയിട്ടുള്ള നല്ല ട്രേഡേഴ്സ്. അവർ ഈ ഒരു സമയത്ത് അവരുടെ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി, അവരുടെ ക്യാഷ് അല്ലെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ആവും ഉപയോഗിക്കുക. ആ ഒരു സമയത്ത് പല സ്റ്റോക്കുകളും ചിലപ്പോൾ നമുക്കൊരു ഭയങ്കര മൂവ്മെന്റ് തരും, അബ്നോർമൽ മൂവ്മെന്റ് തരും. ആ മൂവ്മെന്റ് ഒക്കെ കണ്ടിട്ട് നമ്മളാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ട്രാപ്പ് ആവാൻ സാധിക്കും. സോ വി ഹാവ് ടു ബി റിയലി കെയർഫുൾ അറ്റ് ദിസ് പോയിന്റ്. അതാണ് നമ്മളിപ്പോ ഇക്വിറ്റി ഡോ ജോൺസ് ഇൻഡസ്ട്രിയൽ ആവറേജ് S&P 500 ഇങ്ങനെയാണ് കാണുന്നത്. If you see Germany, DAX, DAX, you can see a similar thing because actually see ഇവിടെ വരെ വന്നിരുന്നു. എന്നിട്ട് ഒരു ഹൈ ഇതിന് മുമ്പ് ചെയ്ത് വീക്ക്ലി ചാർട്ട് ആണ്. ഹൈ ഏകദേശം ജൂൺ മാസത്തോടു കൂടി ഒരു ഹൈ, ജൂൺ ഏപ്രിൽ മെയ് ജൂൺ ആ ഒരു സമയത്തോട് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം ഒരു നല്ല ഫോൾ ഉണ്ടായിരുന്നു. ഓഗസ്റ്റ് മാസത്തോടു കൂടി ഒരു ഫോൾ ഉണ്ടായിരുന്നു. ആ ഫോളിന് ശേഷം ഇപ്പൊ പിന്നെയും ആ ഹൈയിലേക്ക് ഒരു വട്ടം കൂടി നമ്മുടെ ജർമ്മനി മാർക്കറ്റും എത്തിയിരിക്കുകയാണ്. സോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന്, ആക്ച്വലി we can see that there is a possibility of a correction over here in markets around the world.
ഈ ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ മാർക്കറ്റ്സ് അറൌണ്ട് ദ വേൾഡ് വി ക്യാൻ സീ സം സോർട്ട് ഓഫ് എ കറക്ഷൻ വെരി സൂൺ. പിന്നെ ഇന്ത്യൻ മാർക്കറ്റ്സും ഒട്ടും അങ്ങനെയല്ല, പക്ഷെ ഇന്ത്യൻ മാർക്കറ്റ്സിൽ കുറച്ചുകൂടെ നമുക്കൊരു ക്ലിയർ ഐഡിയ വരുന്നുണ്ട്. ബട്ട് വാട്ട് ഐ ആം സേയിങ് ഈസ് ഇന്ത്യൻ മാർക്കറ്റ്സിന് ഒരു 13,800 വരെയൊക്കെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇന്ത്യൻ മാർക്കറ്റ് ഷുഡ് ഗോ ടു 13,800 ഫോർ ഷുവർ. പക്ഷെ പ്രോബ്ലം എന്താണ്? ഇറ്റ് വിൽ ഗോ ടു 13,800 ആഫ്റ്റർ എ കറക്ഷൻ. ഇപ്പൊ ഒരു കറക്ഷൻ സാധ്യതയുണ്ട്. ആ കറക്ഷൻ ഒരു 12,400 12,600 വരെയൊക്കെ വരും. അതിനുശേഷം മാത്രമേ ഇറ്റ് ക്യാൻ ഗോ ടു 13,800 14,000. സോ ഒരു നമ്മളിപ്പോ പറഞ്ഞ ഒരു കോവിഡ് സെൽ ഓഫ് കഴിഞ്ഞിട്ട് 7,000 to 13,000 ആയ ഒരു പീരീഡ്, ആ ഒരു സിമിലർ റൺ നമുക്ക് ഇനി ഗോൾഡിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? Exactly. So what is going to happen is actually now it is actually time to book profit for equity market participants. അവര് പാർട്ടിസിപ്പൻസ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത ശേഷം അവരിനി എന്താ ചെയ്യുക, നെക്സ്റ്റ് 2 to 3-4 months, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് ഏപ്രിൽ വരയ്ക്കും ഇക്വിറ്റീസ് എല്ലാം താഴോട്ട് പോയിരിക്കും. അതായത് അവർ കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നു, അവർ എക്സിറ്റ് ആവുന്നു. ഈ ക്യാഷ് അവർ പ്രൈമറിലി കൊണ്ട് നിക്ഷേപിക്കാൻ പോകുന്നത് ഗോൾഡിലായിരിക്കും. So if gold is going up by 30% or something or so, you don't have to be surprised. So gold will go to a new all-time high. So അതാണ് നമുക്ക് കിട്ടുന്ന ഒരു ഇന്റർപ്രിട്ടേഷൻ. സോ ഈ ഒരു സമയത്ത് ഗോൾഡ് വാങ്ങുക എന്ന് പറയുന്ന ഒരു മോശം ഐഡിയ അല്ല. ഇറ്റ്സ് എ വെരി ഗുഡ് ഐഡിയ. വി ഷുഡ് ഗോ ഫോർ ഗോൾഡ്. ഓക്കേ, പെർഫെക്റ്റ്. സോ അതിന് മറ്റൊരു കാര്യം കൂടിയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇപ്പൊ ഫസ്റ്റ് നമ്മൾ ഇക്വിറ്റീസ് ടയേർഡ് ആണ്, ഇക്വിറ്റീസ് ടയേർഡ് ആയതുകൊണ്ട് നമുക്ക് ഇനി അടുത്ത ഒരു ആസ്പെക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഇൻട്രസ്റ്റ് റേറ്റ്സ് അറൗണ്ട് ദ വേൾഡ്. കഴിഞ്ഞ ദിവസം നമുക്ക് ECBയുടെ ഒരു ECB എന്ന് വെച്ചാൽ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ആണ്. ECBയുടെ ഒരു പുതിയ സ്റ്റിമുലസ് പാക്കേജ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് 600 ബില്യന്റെ ഒരു പുതിയ സ്റ്റിമുലസ് പാക്കേജ്. സോ ഇതേ സ്റ്റിമുലസ് പാക്കേജ് ഇന്ത്യയിലും ഉണ്ടായിരുന്നു. ഇന്ത്യയിലാണെങ്കിൽ ലോൺസ് ആയിട്ടാണ് നമ്മൾ സ്റ്റിമുലസ് പാക്കേജ് കൊടുത്തത്. ഇപ്പോ ECB യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ഒരു സ്റ്റിമുലസ് പാക്കേജ് കൊടുത്തിട്ടുണ്ട്. അതിന് മുമ്പ് ഫെഡറൽ റിസർവ് ഒരു സ്റ്റിമുലസ് പാക്കേജ് കൊണ്ടുവന്നിരുന്നു. ഓസ്ട്രേലിയൻ സെൻട്രൽ ബാങ്ക്. ഈ ബാങ്കുകളെല്ലാം സ്റ്റിമുലസ് പാക്കേജസ് കൊണ്ടുവരികയാണ്. അതിന്റെ അർത്ഥം മാർക്കറ്റിൽ ഒത്തിരി ഫ്രീ ആയിട്ടുള്ള മണി വരികയാണ്. അപ്പോ ഇതുകൊണ്ട് എന്താ ഉണ്ടാവുക? ഇൻട്രസ്റ്റ് റേറ്റ്സ് ഭയങ്കരമായിട്ട് കുറയും. അതേപോലെ തന്നെ അവര് ഈ സെൻട്രൽ ബാങ്ക്സ് എല്ലാം വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ഭയങ്കര ലോ ആക്കുക. ഇൻട്രസ്റ്റ് റേറ്റ്സ് അതായത് ലോൺസിനുള്ള ഇൻട്രസ്റ്റ് റേറ്റ്സ്. അതുകൊണ്ട് എന്താവും? ആളുകളെല്ലാം ലോൺസ് കൂടുതൽ എടുത്തിട്ട് ദേ വിൽ യൂസ് ഇറ്റ് ഫോർ സ്പെൻഡിങ്. ഇതൊരു ആർട്ടിഫിഷ്യൽ വേ ആണ്. ഇറ്റ്സ് ആൻ ആർട്ടിഫിഷ്യൽ വേ ഓഫ് മേക്കിംഗ് ഷുവർ ദാറ്റ് പീപ്പിൾ ആർ ഹാവിംഗ് മണി ഇൻ ദർ. ഈ ഒരു രാജ്യം ഇക്കണോമിക്കലി താഴെയായിരിക്കുമ്പോൾ ആ രാജ്യത്ത് ആക്ടിവിറ്റി ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് ആക്ടിവിറ്റി ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഈസി വേ ആണ് ആളുകൾക്ക് ലോൺ കൊടുക്കുന്നത്. എക്കണോമിക് ആക്ടിവിറ്റി കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ ക്യാഷ് ഇല്ല എന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ അങ്ങനെയുള്ളവരുടെ കയ്യിൽ ക്യാഷ് എത്തിക്കുക എങ്ങനെ? ആർട്ടിഫിഷ്യൽ. സോ വാട്ട് ദേ വിൽ ഡു, ദേ വിൽ കീപ് ദ ഇൻട്രസ്റ്റ് റേറ്റ്സ് വെരി ലോ and they will say that tell to the bank that you have to give loans. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യും? ഈ ചെറിയ ഇൻട്രസ്റ്റ് റേറ്റിൽ ലോൺസ് എടുക്കും. ലോൺസ് എടുത്തിട്ട് അവർ സ്പെൻഡ് ചെയ്യും. So anyway spending is coming, right? So somehow people are having money, they will spend it there, here and all, and others are also getting money. അങ്ങനെ ഇക്കണോമി പിന്നെയും ചലിച്ചു തുടങ്ങും. ഈ ഇക്കണോമിക് സ്ലോ ഡൗണിന്റെ സമയത്തൊക്കെ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇക്കണോമി പിന്നെ പെട്ടെന്ന് റിവൈവ് ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോ ഇങ്ങനെ ഈ ലോ ഇൻട്രസ്റ്റ് റേറ്റ് കൊണ്ടുവരുമ്പോൾ കുറച്ച് നെഗറ്റീവ് വശങ്ങളും ഉണ്ടാവും, അതേപോലെ തന്നെ പോസിറ്റീവ് വശങ്ങളുണ്ട്. ഇപ്പൊ പോസിറ്റീവ് വശം ഞാൻ പറഞ്ഞു, എല്ലാവരും ലോൺ എടുത്ത് സ്പെൻഡ് ചെയ്യുമ്പോൾ എക്കണോമി പെട്ടെന്ന് റിവൈവ് ആവും. അതേപോലെ തന്നെ മറ്റൊരു ആസ്പെക്ട് ആണ് ഈ ആളുകൾ, പക്ഷെ ഒരു നിക്ഷേപകന് ഒരു ഡെപ്പോസിറ്റ് ഇടുവാണെങ്കിൽ അയാൾക്ക് ഡെപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നും കിട്ടാൻ സാധിക്കും. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ സോ ദേ വിൽ ബി സെർച്ചിങ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ്. അവർക്ക് ഇനി ഡെപ്പോസിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഓൾട്ടർനേറ്റീവ് ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടേയിരിക്കും. ആ ഒരു സമയത്താണ് ദേ വിൽ സീ ദാറ്റ് ആക്ച്വലി ഗോൾഡ് ലുക്സ് വെരി നൈസ്. സോ വാട്ട് ദേ വിൽ പമ്പ് देयर മണി ഇൻ. അങ്ങനെയാണ് ഒരു വലിയ പോർഷൻ ഈ ക്യാഷ് ഗോൾഡിലേക്ക് പോകുന്നത്. ഇപ്പൊ നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ഇക്വിറ്റി ആയാലും ഡെപ്പോസിറ്റ്സ് ആയാലും അല്ലെങ്കിൽ ബോണ്ട് ആയാലും എന്തായാലും നമുക്കാണെങ്കിൽ ഈ ഇക്വിറ്റി സെല്ല് ചെയ്ത് കഴിയുമ്പോഴും ക്യാഷ് വരുന്നുണ്ട്. ക്യാഷ് ഫൈനലി ഒരു ഡെസ്റ്റിനേഷൻ കണ്ടെത്തണം. ക്യാഷ് ആയിട്ട് ഇരിക്കില്ല ഒരിക്കലും. അപ്പൊ ഈ ഫൈനൽ ഡെസ്റ്റിനേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ഗോൾഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ഇക്വിറ്റീസിലും എല്ലാം ക്രാഷ് ഉണ്ടാകുമ്പോൾ ഗോൾഡിലേക്ക് പലപ്പോഴും പണം പോകുന്നു. അപ്പോ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഓൾ ഓവർ ദ വേൾഡ് ഇപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, സ്പെയിനിന്റെ ബോണ്ട് ഈൽഡ്, അതായത് 10 year ബോണ്ട് ഈൽഡ്
ഏകദേശം ഞാൻ സീറോ അല്ല, നെഗറ്റീവ്. സീറോ ആയ. അപ്പൊ അതെങ്ങനെയായിരുന്നു? അത് ഇങ്ങനെയാ, അത് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, അത് -0.007 വരെ പോയിട്ടുണ്ടായിരുന്നു. -0.007%. അതായത് ബോണ്ട് ഈൽഡ് -0.007 ആണെന്ന്. ബോണ്ട് ഈൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻവെസ്റ്ററിന് കിട്ടുന്ന നെറ്റ് റിട്ടേണിനെയാണ് ഈൽഡ് എന്ന് പറയുന്നത് കേട്ടോ. അതെ. അപ്പം ഇതിന്റെ അർത്ഥം എന്താണ്? 0.007% എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ബോണ്ട് മേടിക്കുമ്പോൾ, അതായത് ആഷിക്ക് ഒരു 100 രൂപ കൊടുത്ത് ഗവൺമെന്റിന്റെ ബോണ്ട് മേടിക്കുമ്പോൾ ആഷിക്കിന് 0.007 ഗവൺമെന്റ് തിരിച്ചങ്ങോട്ട് കൊടുക്കുന്നു എന്നർത്ഥം. മൈനസ് ഈൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അർത്ഥം. അതായത് ഈൽഡ് ഭയങ്കരമായിട്ട് കുറഞ്ഞു, നെഗറ്റീവ് ആയി. നെഗറ്റീവ് ആകുന്ന വെച്ച് കഴിഞ്ഞാൽ ബോണ്ട് മേടിക്കുന്നതിന് ആഷിക്ക് അങ്ങോട്ട് പൈസ കൊടുക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്? ആളുകൾക്കാണെങ്കിൽ അവരുടെ കയ്യിലിരിക്കുന്ന പൈസ എവിടെയെങ്കിലും നിക്ഷേപിച്ചാൽ മതി. നിക്ഷേപിക്കാനുള്ള ഓൾട്ടർനേറ്റീവ്സ് ഇല്ല. കാരണം ഈ ബാങ്കിലൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് ഭയങ്കര മോശമാണ്. നെഗറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ടുണ്ട്, ഡെപ്പോസിറ്റ് റേറ്റിലാണ് നെഗറ്റീവ് ആയിട്ടുണ്ട് യൂറോപ്പിൽ. അപ്പോഴെന്താണ് അവർക്ക് അവിടെ ഒന്നും സുരക്ഷിത, അവർ അവിടെ നിക്ഷേപിക്കുന്നതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ബോണ്ടാണ്. പക്ഷേ ഗവൺമെന്റ് ബോണ്ട് ഇപ്പൊ എന്താ പറയുന്നത്? ആക്ച്വലി യു ആർ ഇൻവെസ്റ്റിംഗ്, യു വിൽ ബി ഗെറ്റിംഗ് -0.007%. That means by investing in government bonds also you are getting nothing. അത്ര ഒരു രീതിയിലാണ് ഇപ്പോ ലോകത്തെ ഇൻട്രസ്റ്റ് റേറ്റ്സ് നിൽക്കുന്നത്. അപ്പോ ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേറൊരു ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് ഗോൾഡ് ഓൺലി. അതുകൊണ്ടാണ് പിന്നെ ഗോൾഡ് എന്ന് പറയുന്ന ഈ സ്റ്റിമുലസ് പാക്കേജസ് ഒക്കെയാണ് കാരണം. ഗോൾഡ് ഒരു വലിയ മാസീവ് ബുൾ റണ്ണിലേക്ക് പോകും എന്ന് ഞാൻ പറയുന്നു. ഇതിനു മുമ്പും ഇങ്ങനെയാണ് സംഭവിച്ചത്. സോ ഹിസ്റ്ററി ഈസ് ദേർ ഫോർ. കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്ന കാര്യം ഫെഡറൽ റിസർവ് തീരുമാനിക്കുമ്പോഴെല്ലാം ഗോൾഡ് മുകളിലോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഇതിനു മുമ്പും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഇങ്ങനെ കുറയ്ക്കുമ്പോൾ ആക്ച്വലി വി ക്യാൻ സീ ദാറ്റ് ആക്ച്വലി ഗോൾഡ് വിൽ ബി ജമ്പിങ് ഇൻ കമ്മിങ് ഡേ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വീക്കനിങ് ഡോളറാണ്. ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഡോളറിന്റെ വില ഇടിയുന്നതാണ്. പക്ഷേ ഇത് കണ്ടുണ്ട്, ഇത് ഡോളർ ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് ആണ്. അതായത് ഡോളറിന്റെ സ്ട്രെങ്ത് എത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഈ ഡോളർ ഇൻഡെക്സ് നോക്കിയിട്ടാണ്. ഡോളറിന്റെ സ്ട്രെങ്ത് നോക്കുവാണെങ്കിൽ മാർച്ച് സമയത്ത് ഡോളറിന്റെ സ്ട്രെങ്ത് ഏകദേശം 104 ഈ ഇൻഡെക്സ് പ്രകാരം 104. പക്ഷെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ 90 ഇതിന്റെ ഏകദേശം ഇതൊരു 88-86 വരെ പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഡോളർ ഈസ് കണ്ടിന്യൂസ്ലി വീക്കനിങ് ഫ്രം മാർച്ച് ഏപ്രിൽ ഓൺവേർഡ്സ്. അപ്പോ അത് നമുക്ക് തരുന്ന ഇൻഡിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ കമ്മിങ് ഡേയ്സ് ഓൾസോ വി ക്യാൻ സീ ഡോളർ വീക്കനിങ് കണ്ടിന്യൂസ്ലി. അപ്പൊ ഡോളർ താഴോട്ട് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? ഡോളർ താഴോട്ട് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റിൽ എന്താണോ ഇരുന്നത് അത് കൂടുന്നു, അതിന്റെ വില കൂടുന്നു. ഓക്കെ, സോ ഡോളറും ഗോൾഡും കൂടെ നോക്കുക. പണ്ട് $1 കൊടുത്താൽ 1 ഗ്രാം ഗോൾഡ് കിട്ടിയെന്ന് വെച്ചു. ഇപ്പൊ $1 കൊടുത്താൽ കിട്ടത്തില്ല, $1.5 കൊടുത്താൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? 1 ഗ്രാം ഗോൾഡ് കിട്ടും. അതിന്റെ അർത്ഥം ഗോൾഡിന്റെ പ്രൈസ് കൂടുന്നു. യു ഹാവ് ടു തിങ്ക് ഇൻ ദ അതർ വേ അറൗണ്ട്. പണ്ട് 1 ഗ്രാം സ്വർണത്തിന് $1 കൊടുത്താൽ മതി. ഇപ്പൊ ഡോളർ വീക്കൻ ആവും. സോ യു ഹാവ് ടു ഗിവ് $1.5 ഫോർ ഗെറ്റിംഗ് 1 ഗ്രാം. ദാറ്റ് മീൻസ് ദാറ്റ് ആക്ച്വലി ഗോൾഡ് പ്രൈസ് ഈസ് ഇൻക്രീസിങ്. ആ ഒരു ഫീലിംഗ് ആണ് നമുക്ക് വരുന്നത്. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഡോളർ ഇടിയുന്നു, അല്ലെങ്കിൽ ഡോളറിന്റെ സ്ട്രെങ്ത് കുറയുന്നു എന്നുള്ളതാണ്. സോ ഡോളർ ഈസ് സ്ട്രെങ്തനിങ്, വീക്കനിങ്. സോ ദാറ്റ് ഡോളർ ഈസ് വീക്കനിങ്, ദ മെറ്റൽസ് എസ്പെഷ്യലി ഗോൾഡ്, സ്റ്റീൽ, എവറിഥിങ് വിൽ ഗോ അപ്പ്. അതുകൊണ്ടാണ് ഗോൾഡ് പോകാൻ സാധ്യതയുള്ളത്. അപ്പൊ ആഷിഖ് എന്നോട് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഓയിലിന് എന്ത് പറ്റും? ഓഫ് കോഴ്സ് ഓയിൽ ഈസ് ഓൾസോ ഇൻ എ വെരി വെരി ബിഗ് ബുൾ റൺ. ഓയിലും നമുക്ക് വരുന്ന ദിവസങ്ങളിലൊക്കെ ഓയിലിന്റെ വലിയ ബുൾ റണ്ണിലേക്ക് പോകും. നെക്സ്റ്റ് 1 year what I feel is oil can easily go to $80. ഇപ്പൊ $47 WTO. $80 പോകുമ്പോ അത്ഭുതപ്പെടേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ $47 ഇപ്പൊ 1 ലിറ്റർ പെട്രോൾ ഇവിടെ അടിക്കുന്നതിന് ഇപ്പൊ നമ്മള് 80 രൂപ 85 രൂപ കൊടുക്കണം. നമുക്ക് 100 രൂപ എത്തിക്കാം. പിന്നെ ഓർത്തിരിക്കാൻ സുഖമാണ്. 200 രൂപ 300 രൂപ കൊടുക്കേണ്ട വരും 1 ലിറ്റർ പെട്രോൾ അടിക്കാൻ. വണ്ടിയെല്ലാം കൊണ്ട് വിട്ടിട്ട് ഇലക്ട്രിക് കാർ മേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോ ഇതാണ് ശരിക്കും അത് സംഭവിക്കാൻ പോവാണ്. ആക്ച്വലി ഗവൺമെന്റ് എക്സൈസ് ഡ്യൂട്ടി പിൻവലിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ കുറച്ചില്ല എങ്കിൽ, you have to pay around 150 rupees or 200 rupees for 1 liter of petrol. അപ്പൊ ആ ഒരു രീതിയിലേക്ക് പോകണം. കാരണം വലിയൊരു ബുൾ റൺ ആണ് ഇപ്പൊ ഓയിലിൽ വരാൻ പോകുന്നത്. അത് നെക്സ്റ്റ് 1 year തന്നെ വരും. പക്ഷേ 80 rupees എന്നൊക്കെ ഉള്ളത് ഞാൻ നെക്സ്റ്റ് 1 year തന്നെ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഡോളർ നന്നായിട്ട് താഴ്ത്തു പോകുന്നുണ്ട്. ഡോളറിന്റെ വലിയ ഒരു വീക്കനിങ് ടൈമാണ് ഇനി അടുത്ത 4-5 വർഷങ്ങളിൽ വരാൻ പോകുന്നത്.
സോ ദാറ്റ് ഡോളർ ടൈം 80s എത്തുമായിരിക്കും. എന്തോ ഡോളർ ഇപ്പൊ ഡോളർ വാല്യൂ 80s എത്തുമായിരിക്കും അല്ലേ? 80. അല്ല, ഇപ്പൊ ഡോളറിന്റെ വാല്യൂ നിൽക്കുന്നത് ഏകദേശം 73-74 നിൽക്കുന്നത്. ഡോളർ അതല്ല താഴോട്ട് പോകുമ്പോ ഡോളർ ഞാൻ താഴോട്ട് പോകുമ്പോ നമ്മുടെ ശരിക്കും റുപ്പി അപ്രീഷിയേറ്റ് ചെയ്യുക ചെയ്യേണ്ടത്. അത് ചെയ്യും, അല്ല അപ്രീഷിയേറ്റ് ചെയ്യും. പക്ഷെ റുപ്പിയുടെ ഞാൻ അതല്ല പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഡോളർ ഇപ്പൊ നമ്മൾ നോക്കുന്ന ചാർട്ടിൽ 90s ഓക്കെ ഇത് ഡോളർ ഇൻഡെക്സ് എനിക്ക് തോന്നുന്നത് ആക്ച്വലി ഇറ്റ് വിൽ ബി ബ്രേക്കിംഗ് 80 എന്തായാലും ബ്രേക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. It should be coming to very low levels. At least it should be coming to 80. ആ ഒരു ലെവലിലോട്ടൊക്കെ വരാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് വലിയൊരു മാസീവ് ക്രാഷിലോട്ടായിരിക്കും ഡോളർ പോകുക. 80s പോകാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് അതെന്ത് ചെയ്യും? ഇൻഡയറക്ട്ലി ഇറ്റ് ഈസ് ആക്ച്വലി ബൂസ്റ്റിംഗ് കമ്മോഡിറ്റി പ്രൈസ്. അതുകൊണ്ട് ഓയിൽ, ഗോൾഡ്, അതെല്ലാം മെറ്റൽസ് അതെല്ലാം ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ അപ്പൊ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഡോളർ വീക്കൻ ആവാൻ കാരണം? ഡോളർ വീക്കൻ ആവാനുള്ള കാരണവും ഇത് തന്നെയാണ്. ഡോളർ വീക്കൻ ആവാനുള്ള കാരണവും ഫെഡറൽ റിസർവ് പോലെയുള്ള സെൻട്രൽ ബാങ്കുകളെല്ലാം ഇന്റൻഷനലി ഡോളറിനെ വീക്ക് ആക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡോളർ വീക്ക് ആവുകയാണ്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ ലോ ലെവലിലാക്കുന്നുണ്ട്. അതുകൂടാതെ ഒരു ഒത്തിരി സ്റ്റിമുലസ് പാക്കേജസ് കൊടുക്കുന്നുണ്ട്. അപ്പോഴെന്താ പറ്റുന്നത്? ദ മാർക്കറ്റ് ഈസ് ഫ്ലഡഡ് വിത്ത് മണി. ഇപ്പൊ ഒത്തിരി ഫ്രീ മണി വരുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഇല്ലാത്ത മണി മാർക്കറ്റിൽ വരുന്നുണ്ട്. ഈ പൈസ എല്ലാം എവിടെയെങ്കിലും ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ കണ്ടെത്തുന്നു. ഈ മണി എന്ന് പറയുന്നത് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയും. സോ പലപ്പോഴും ഈ നമ്മുടെ കഴിഞ്ഞ ബുൾ റൺ, ഇക്വിറ്റി മാർക്കറ്റിലുണ്ടായ ബുൾ റൺ, എങ്ങനെയാണ് ഈ ബുൾ റൺ ഉണ്ടായെന്ന് പലരും ചോദിക്കാറുണ്ട്. ഫണ്ടമെന്റലി ഒരു കാര്യമില്ല, ഇവിടെ അടച്ചു പൂട്ടിയിട്ട് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ മാർക്കറ്റ് എല്ലാം ഭയങ്കരമായിട്ട് മുകളിലോട്ട് പോകുന്നത്. എന്ത് അവസ്ഥയാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോ ആളുകൾക്ക് ജോലിയില്ല, പക്ഷെ മാർക്കറ്റ് ആണെങ്കിൽ ഓൾ ടൈം അതിലോട്ട് പോകുന്നുണ്ട്. എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതിനുള്ള ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, ലിക്വിഡിറ്റിയാണ്. കാരണം മാർക്കറ്റിൽ ക്യാഷ് വരുന്നുണ്ട്, ഫ്രീ ആയിട്ട് ക്യാഷ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ലോൺസ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഈ ക്യാഷ് ഒക്കെ എവിടെയെങ്കിലും ഒരു ഡെസ്റ്റിനേഷൻ കണ്ടെത്തണ്ടേ? ഈ ഡെസ്റ്റിനേഷൻ ആ ഒരു സമയത്ത് ഇക്വിറ്റി ആയിരുന്നു. ആ ഒരു ലിക്വിഡിറ്റി ഡ്രിവൺ റാലിയാണ് നമ്മളിപ്പോ നിഫ്റ്റിയില്, ബാങ്ക് നിഫ്റ്റിയില്, അതുപോലെ തന്നെ ബാക്കിയുള്ള ഡോ ജോൺസ് ഇൻഡസ്ട്രിയൽ ആവറേജ് ആയാലും എല്ലായിടത്തും ഓൾ ഓവർ ദ വേൾഡ് മാർക്കറ്റ്സ് ആർ ഹിറ്റിംഗ് ഓൾ ടൈം ഹൈസ്. അപ്പൊ അതിനെല്ലാം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലിക്വിഡിറ്റിയാണ്. ഈ ലിക്വിഡിറ്റി ഇക്വിറ്റി മാർക്കറ്റിലേക്ക് പോകുന്നത് ഫോർ ദ ടൈം ബീയിങ് ആക്ച്വലി ഇറ്റ് ഈസ് ഗെറ്റിംഗ് സ്റ്റോപ്പ്. അതായത് നമ്മുടെ ഈ ഒരു സമയത്തേക്ക് അറ്റ്ലീസ്റ്റ് അത് സ്റ്റോപ്പ് ആവാൻ പോവാണ്. അപ്പൊ എന്ത് പറ്റും? ഈ ക്യാഷിന് ഒരു പുതിയ ഡെസ്റ്റിനേഷൻ കണ്ടെത്തും. ഈ ക്യാഷിന്റെ പുതിയ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഗോൾഡ്. പിന്നെ ബോണ്ട്സ്, സെക്കൻഡ് ബോണ്ട്സ്. അതുകൊണ്ടാണ് ബോണ്ട് ഈൽഡ് ഭയങ്കരമായിട്ട് കുറയുന്നത്. ബോണ്ടിന്റെ പ്രൈസസ് കൂടുമ്പോഴാണ് ബോണ്ട് ഈൽഡ് കുറയുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോ ബോണ്ടിന്റെ ഡിമാൻഡ് കൂടുന്നതുകൊണ്ടാണ് ബോണ്ടിന്റെ പ്രൈസസ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈൽഡ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോ ഏറ്റവും ആളുകൾ പോകുന്നത് ഗോൾഡിലേക്ക് തന്നെയായിരിക്കും. സോ we can say that actually gold is in a fearless mode. My target for gold is actually this particular chart you can remember for some next 3 months because this chart will be very helpful. കാരണം എന്റെ അനാലിസിസ് പറയുന്നത് ഈ ചാർട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഗോൾഡിനെ അടുത്ത 3 monthsൽ ട്രേഡ് ചെയ്യാം. മിനിമം ടാർഗറ്റ് $2,200 ആയിരിക്കും. അതായത് ഇപ്പൊ 1,800 ഉണ്ട്. 1,800ന്റെ കൂടെ ഒരു $400, അതായത് 20-30% ഇൻക്രീസ്. 3 months, 3 to 4 months. അത് on an average minimum ആയിരിക്കും. Minimum 30% anticipate minimum. The safest investment ആണ് for the next 4 months. Exactly. നമ്മളൊരു ബോൾഡ് പ്രഡിക്ഷൻ ആണ് നടത്തുന്നത്. കാരണം നമ്മൾ ഒരു ദിവസത്തെയോ അല്ലെ ഒരാഴ്ചത്തെയോ അല്ലെ കാര്യമല്ല, നമ്മൾ 3 monthsലേക്ക് see you can blindly invest in gold and you can see that actually gold will be touching all time high in India in next 3 months. അതേപോലെ തന്നെ ഇന്ത്യൻ റുപ്പി, ഞാൻ പറഞ്ഞു ഡോളർ താഴോട്ട് വരുമെന്ന് പറഞ്ഞു, പക്ഷെ റുപ്പി കൂടുതൽ ഡിപ്രീഷിയേറ്റ് ആവാനാണ് സാധ്യത. കാരണം റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് റുപ്പിയുടെ ഭയങ്കര കുറവാണ്. അല്ല, ഗോൾഡ് ഡിപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ റുപ്പി അപ്രീഷിയേറ്റ് അല്ലേ ചെയ്യേണ്ടത് നോർമൽ സെൻസിൽ? സോറി, ഡോളറും ഗോൾഡും കൂടെ പറഞ്ഞു. ആഷിഖ് പറഞ്ഞ കറക്റ്റ് ആണ്. പക്ഷെ എന്താണെന്നറിയോ, ഡോളറിന്റെ സ്ട്രെങ്ത് നമ്മൾ നോക്കുന്നത് ഒരു ബാസ്ക്കറ്റ് ഓഫ് കറൻസിയിലാണ്. ഈ ബാസ്ക്കറ്റ് ഓഫ് കറൻസിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കറൻസീസ് ഏതൊക്കെയാണെന്നറിയോ? യെൻ, യൂറോ, GBP, then pound sterling. Sorry, pound sterling as we said already. Yeah, correct. ഈ പ്രധാനമായിട്ട് ഈ 3 കറൻസിയെ വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്.
yen, euro, GBP. പിന്നെ നമ്മൾ ചൈനയുടെ കറൻസി ഒക്കെ നോക്കും. പക്ഷെ ചൈനയുടെ കറൻസി ഒക്കെ മാനിപ്പുലേറ്റഡ് കറൻസിയാണ്. പ്രധാനമായിട്ട് ഈ 3 കറൻസിയെ വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ സ്ട്രെങ്ത് നമ്മൾ നോക്കുന്നത്. അതായത് വെദർ ഡോളർ ഇസ് സ്ട്രോങ്. അപ്പോ ഈ 3 കറൻസിയെ അപേക്ഷിച്ച് ഡോളർ എന്ത് ചെയ്യും? വീക്കൻ ആവും. പക്ഷേ ഇന്ത്യൻ റുപ്പി ഡോളറിനേക്കാൾ വീക്ക് ആവും. അപ്പൊ റിലേറ്റീവ് സ്ട്രെങ്ത് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അപ്പോഴെന്താ സംഭവിക്കുക? ഈ റുപ്പി മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. രൂപയ്ക്ക് അതിന്റെ എഫക്ട്, അപ്രീഷിയേറ്റിംഗ് എഫക്ട് കിട്ടൂല. കാരണം നമ്മൾ ഓൾറെഡി ഭയങ്കര വീക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കാരണം എന്താണെന്ന് ആഷിഖിനോട് ചോദിക്കും. ഞാൻ എന്താ ആൻസിപ്പേറ്റ് ചെയ്യുന്നത്? മാർക്കറ്റ്സ് വിൽ ഗോ ഫോർ എ ബിഗ് ക്രാഷ് ഇൻ ദ നെക്സ്റ്റ് 3 months. അതായത് ഇന്ത്യൻ മാർക്കറ്റ്സിൽ ഒരു വലിയ ക്രാഷ് ഉണ്ടാകാൻ സാധ്യത. ഞാൻ ആൻസിപ്പേറ്റ് ചെയ്യുന്നത് 13,800 നിന്ന് 10,000-10,800 പോകാൻ സാധ്യതയുണ്ട്. അപ്പോ ഒരു 30% ക്രാഷ് ആണ്. ഒരു കറക്ഷൻ എന്തായാലും നടക്കും. യെസ്, 20-25% ക്രാഷ് ആണ് ഞാൻ പറയുന്നത്. ആ ഒരു ക്രാഷിന്റെ സമയത്ത് എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ FIIസും ഇന്ത്യൻ ഇക്വിറ്റീസിനെ സെല്ല് ചെയ്തിട്ട് അവര് ഡോളറായിട്ട് അത് മാറ്റിയിട്ട് പോകുമായിരിക്കും. അപ്പൊ എന്താ ചെയ്യുന്നത്? ഇന്ത്യൻ റുപ്പിയെ സെല്ല് ചെയ്യുന്ന ഒരു എഫക്റ്റ് വരുന്നത്. അതുകൊണ്ട് നെറ്റ് ഇഫക്ട് വിൽ ബി ലൈക്ക് ഇന്ത്യൻ റുപ്പി ലൂസിംഗ് വാല്യൂ. കോടിക്കണക്കിന് രൂപയല്ലേ എടുത്തിട്ട് പോകുന്നത്. അപ്പൊ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും ചെയ്യുന്നത് ഇത് തന്നെ. റുപ്പിയെ സെല്ല് ചെയ്ത് അല്ലെങ്കിൽ ഇവിടുന്ന് സെല്ല് ചെയ്തിട്ട് they want to convert it into gold. So what they will do, they will sell the Indian equities, take it back in dollar. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ റുപ്പിയെ സെല്ല് ചെയ്തിട്ട് ഡോളറിലോട്ടാക്കും, എന്നിട്ട് പോവാ ചെയ്യുന്നത്. അപ്പൊ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് 3 months യു ക്യാൻ ആന്റിസിപ്പേറ്റ് റുപ്പി ടു ബി ലൂസിംഗ് വാല്യൂ. അതായത് ഇപ്പൊ 73 ഒക്കെയാണ് നിൽക്കുന്നത്. എന്റെ ടാർഗറ്റ് 76 ആണ്. അല്ല, അപ്പൊ നീ പറയണ റുപ്പി ലൂസിംഗ് വാല്യൂ പ്ലസ് ഓയിൽ പ്രൈസസ് ഗോയിങ് അപ്പ്. പെട്രോൾ വില അതിഭീകരമാവും. ഓയിൽ പ്രൈസിന്റെ കാര്യം മറക്കരുത്. കാരണം കഴിഞ്ഞ ദിവസം ഓയിൽ പ്രൈസ് കൂടി എത്രയാണെന്നറിയോ? 4% ആണ്. അത് എന്തായാലും നമ്മളത് കാണേണ്ടതാ. എന്തായാലും നമ്മൾ ഡെയിലി അറ്റ്ലീസ്റ്റ് പെട്രോൾ അടിക്കുന്നവരാ. ആഷിക്ക് കുഴപ്പമില്ല, ദുബായിലായതുകൊണ്ട് വലിയ ഇഷ്യൂ ഇല്ല. നമ്മളൊക്കെ ആണെങ്കിൽ ഡെയിലി പെട്രോൾ അടിക്കുന്നവരാ. അപ്പോ നമ്മള് കാണേണ്ട കാര്യം തന്നെയാണത്. അപ്പൊ ഓയിൽ പ്രൈസസും ഗോൾഡ് പ്രൈസസും ടെക്നിക്കലി ആൾക്കാർക്കും എഫക്ട് ചെയ്യുന്ന രീതിയും വളരെ വ്യത്യാസമായിരിക്കും. കാരണം രൂപയും തകരയായിരിക്കും. അപ്പൊ ഭയങ്കര കൂടുതലായിരിക്കും. ഇത് ഓയിൽ പ്രൈസസ് ആണല്ലേ? ഇത് 1 second. അതെ, ഓയിൽ പ്രൈസസ് ആണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഓയിൽ പ്രൈസസിന്റെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഒരു വലിയ ബുൾ റൺ ആണ് ഓയിൽ പ്രൈസസിൽ നടക്കുന്നത്. ഈ ബുൾ റണ്ണ് ഇനി കണ്ടിന്യൂ ചെയ്യാൻ തന്നെ സാധ്യത. കാരണം അപ്പോ ഇത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ സിമിലർ ബുൾ റൺ ഗോൾഡിനും എക്സ്പെക്ട് ചെയ്യും. ഇതേപോലെ തന്നെ ശരിക്കും ഗോൾഡും ഈ കമ്മോഡിറ്റിയുടെ വില കൂടുന്നതിനനുസരിച്ചിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്മോഡിറ്റീസ് ഓൾ ഓവർ ദ വേൾഡ്. ആഷിക്കിന് ഈ വീക്ക്ലി ചാർട്ട് കാണിക്കാൻ മനസ്സിലാവും. നോക്കിയോ, ഓരോ വീക്കിലും ഗോൾഡ് ഭയങ്കരമായിട്ട് മുകളിലോട്ട് കയറി. ഇതിനു മുമ്പ് 33 രൂപയിലൊക്കെ ഇരുന്നപ്പോ നമ്മുടെ ഓയിലിന്റെ പ്രൈസ് ഏകദേശം ഇവിടെ പെട്രോളിന് ഏകദേശം 70 രൂപയായിരുന്നു. ഇപ്പോ 40 രൂപയിലായപ്പോഴത്തേക്കും തന്നെ 80 രൂപയായിട്ടുണ്ട്. ഇനി 40 എന്ന് പറയുന്നത് 80 ആവുമെന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. 80 ആവുന്നതിന് വളരെ സമയമൊന്നും എടുക്കില്ല. 1 വർഷം ആ ഒരു സമയത്തൊക്കെ 80 ആവും. 80 ആവുമ്പോ നമ്മൾ 70 എന്നുള്ള 150 രൂപയ്ക്ക് ഉറപ്പായിട്ട് പെട്രോൾ അടിക്കേണ്ടി വരും. ഉടനെ തന്നെ നമ്മളത് കാണാം. 2021 എൻഡ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പോൾ 100, 120, 150 രൂപയ്ക്ക് പെട്രോൾ അടിക്കേണ്ടി വരും. അല്ലെങ്കിൽ എക്സൈസ് ഡ്യൂട്ടി അഡീഷണൽ ആയിട്ട് കൊടുത്ത എക്സൈസ് ഡ്യൂട്ടി അവർ പിൻവലിക്കും. സോ ദർ ഇസ് എ വെരി ബിഗ് ബുൾ റൺ ഹാപ്പനിങ്. അതുകൊണ്ട് എന്താ ആഷിക്കിനോട് നമ്മൾ സംസാരിച്ച കാര്യം തന്നെയാണ്. അപ്പോ ഓയിലിന്റെ പ്രൈസ് ഇവിടെ കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു പ്രശ്നം ഇന്ത്യക്കുണ്ട്. ഓയിലിന്റെ പ്രൈസ് കൂടുന്തോറും നമ്മുടെ സാധനങ്ങളുടെ എല്ലാം വില, കാരണം നമ്മുടെ സാധനങ്ങളൊക്കെ ഇപ്പൊ കേരളത്തിലേക്ക് തന്നെ ആയാലും സാധനങ്ങളെല്ലാം കൊണ്ടുവരും. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എക്സാക്ട്ലി ഇറ്റ്സ് ഗോയിങ് ടു ഗോ അപ്പ്. പ്രത്യേകിച്ച് പച്ചക്കറി, ഉള്ളി പോലെയുള്ള പച്ചക്കറികളുടെ ഒക്കെ വില ഭയങ്കരമായിട്ട് കൂടും. അപ്പൊ കൂടുമ്പോ എന്താ സംഭവിക്കുക? കൂടുമ്പോ ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻ കൂടുവാണ്. അത് വെച്ചിട്ട് എന്താ സംഭവിക്കുക? റുപ്പിയുടെ വാല്യൂ, ഇൻഫ്ലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലി ഇറ്റ് ഇസ് ലോസ് ഓഫ് വാല്യൂ ഫോർ റുപ്പി. അപ്പൊ റുപ്പിയുടെ വാല്യൂ കുറയുന്നു. അതായത് ഇപ്പൊ 73 നിൽക്കുന്നത് അടുത്തൊരു 3-4 മാസത്തിനുള്ളിൽ ബൈ മാർച്ച് ഏപ്രിൽ യു ക്യാൻ സീ റുപ്പി അറ്റ് 76. അതേപോലെ ഡോളർ ഇൻഡെക്സ് നിയർ 85, 86 or something. പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഗോൾഡ് വിൽ ക്രോസ് 2100 once again. അതായത് ഗോൾഡിൽ നമുക്ക് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഏകദേശം ഒരു 20-30% ഒക്കെ ഈസി ആയിട്ട് നമുക്ക് ഗോൾഡിൽ. ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോൾ ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് ഗോൾഡ്.
ഇപ്പോഴത്തെ ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഗോൾഡ് തന്നെയാണ്. കാരണം നമ്മൾ പറഞ്ഞത് ശരിക്കും ഫിയർലെസ് മോഡ് എന്ന് പറയുന്നത് ശരിക്കും എനിക്ക് ഐ ഫീൽ ലൈക്ക് ഗോൾഡ് ഇസ് റിയലി ഇൻ ഫിയർലെസ്. അപ്പൊ അറ്റ്ലീസ്റ്റ് ടിൽ ഏപ്രിൽ കോൺസെൻട്രേറ്റ് ഓൺലി ഓൺ ഗോൾഡ്. എക്സാക്ട്ലി ഏപ്രിൽ വരെ. ഇനി ഇക്വിറ്റി ഒത്തിരി കളിക്കാൻ നിൽക്കാതിരിക്കുന്നതാണ്. ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സിന് ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് എപ്പോഴും നല്ലത്. ലെറ്റ് ദം കോൺസെൻട്രേറ്റ് ഓൺ ഗോൾഡ് മോർ. I will also be concentrating on gold in coming years. Okay, perfect. So that's done? Yes. So yeah, so I think എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് തോന്നുന്നു. അപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത് ഗോൾഡ് പ്രൈസസ് എന്തുകൊണ്ടായിരിക്കും ഓവർ എ പീരീഡ് അറ്റ്ലീസ്റ്റ് ഏപ്രിലിൽ എങ്ങനെ ഹൈക്ക് ആവും, അതിന്റെ ഫാക്ടേഴ്സും കാര്യങ്ങളും വെച്ചിട്ട് തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് നമ്മൾ അനലൈസ് ചെയ്തത്. അപ്പൊ നമ്മൾ ആ ഒരു മറ്റേ ഒരു ലെവൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. എത്രയായിരുന്നു? 2000 അല്ല 1830. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ബൈയിങ്. അത് നമ്മൾ ഒന്ന് ജസ്റ്റ് കോഷ്യസ് ആവുകയാണ്. നമ്മുടെ എല്ലാ അസംഷൻസും എല്ലാം കറക്റ്റ് ആണെങ്കിൽ ആ ഒരു ലൈൻ ബ്രേക്ക് ചെയ്ത് പോകേണ്ടതാണ്. ആ ഒരു ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സ്റ്റാർട്ട് ബൈയിങ്. Exactly. Okay, thank you Shamim, and we'll come up with more sessions and keep like, share, comment on this video all your suggestions, and we will keep doing these videos on a regular basis. Thank you. Thank you so much.